നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 19th day. Today 27th ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 1019 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. അധോധീജീം ദിശം യാതു സൗര്യജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശക്കാല പുംസാം ഗുണവികർഷണ. ഓം തത്സത്. അധോധീജീം ദിശം യാതു സൗര്യജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശക്കാല പുംസാം ഗുണവികർഷണ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അധ ഉദീജീം ദിശം യാതു സ്വൈര്യ എന്നല്ല സ്വൈ അജ്ഞാതഗതി ഇതോ ഇതഃ വാക് പ്രായശ കാല പുംസാം ഗുണവികർഷണ. അതായത് ഇനി ഭവാൻ അങ്ങുന്ന് സ്വജനങ്ങളാൽ അജ്ഞാതഗതി അറിയപ്പെടാത്ത സഞ്ചാരത്തോട് കൂടിയവനായിട്ട് ഉദീജീം ദിശം വടക്ക് ദിക്കിന് ഉദീജി എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം. വടക്ക് ദിക്കിനെ ഉദീശി ദിശം എന്ന് പറഞ്ഞാൽ ദിക്ക്. വടക്ക് ദിക്കിനെ യാതു പ്രാപിക്കണം. പ്രായശ വടക്ക് ഹിമാലയത്തെ ഉദ്ദേശിച്ചാണ് വടക്ക് ദിശ എന്ന് പറയുന്നത്. പ്രായശ പ്രായേണ ഇതഹ അർവാക് ഇതഹ അർവാക് കാല ഇതഹ അതർവാക് കാല ഇനിയുള്ള കാലം പുംസാം പുരുഷന്മാരുടെ ഗുണവികർഷണ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു. അതായത് വയസ്സായിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ക്ഷയിക്കും. അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തോടു കൂടി നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ബുദ്ധി ചീത്തയായിക്കൊണ്ടിരിക്കും. അവർക്ക് ശ്രേയസ് ഉള്ള കാലമല്ല, ശ്രേയസിൻ്റെ കാലം കഴിയും. അതുകൊണ്ട് തന്നെ ധൈര്യം ബുദ്ധി എല്ലാം കുറഞ്ഞു വരുന്നതിന് മുൻപേ തന്നെ ഇതൊക്കെ വിട്ടു പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. വിതുരർ പറയുകയാണ്, ഇനിയെങ്കിലും അവിടുന്ന് ധീരനായി ഭവിക്കുക എന്ന് പറയുകയാണ്. അതിനുവേണ്ടി പറയുകയാണ്, ഇനിമേൽ അങ്ങുന്നിവിടെ ഇരിക്കരുത്. എങ്ങു പോയിരിക്കുന്നുവെന്ന് സ്വജനങ്ങളൊന്നും അറിയാത്ത വിധം ഉടൻ ഈ സ്ഥലം വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചു കൊള്ളുക. ഇനിമേലുള്ള കാലം പ്രായേണ പുരുഷന്മാരുടെ ദയാ ധൈര്യം മുതലായ ഉത്തമ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പ്രായമാകുമ്പോൾ വളരെ ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യരും ധൈര്യശാലിയായിട്ടുള്ള മനുഷ്യരും ഒക്കെ അവരുടെ ധൈര്യം അവരുടെ നല്ല ഗുണങ്ങൾ ഒക്കെ ക്രമേണ കുറഞ്ഞു വന്ന് ധൈര്യമില്ലാതെയും സ്വയം വ്യസനിക്കുന്നവരായിട്ടും മറ്റു പല അസ്വസ്ഥതകളുള്ളവരായിട്ടും അവരുടെ യഥാർത്ഥ ഗുണം മുഴുവൻ നശിച്ചു പോകുന്നതായിട്ട് കാണാം. ആ ഗുണങ്ങളൊക്കെ ഇനിയും നശിച്ചു പോകുന്നതിന് മുന്നേ ഈ സ്ഥലം വിട്ടിറങ്ങി ആരും അറിയാതെ ഇറങ്ങി ആർക്കും കണ്ടുപിടിക്കാൻ ഇതെന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ധർമ്മപുത്രരൊക്കെ എന്തായാലും അച്ഛനെ കൂട്ടി കൊണ്ടുവരാതിരിക്കില്ല. അത്രയ്ക്കും പ്രിയമാണ് ധർമ്മപുത്രർക്കും പാണ്ഡവന്മാർക്കും ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും ഒക്കെ. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ
എവിടെ പോയെന്ന് ആർക്കും അറിയാത്ത വിധത്തിൽ പോകണം. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ വടക്കോട്ട് ഹിമാലയത്തിൽ നിബിഡമായിട്ടുള്ള കാടുകളും മലകളുമാണ്. അവിടെ ചെന്നാൽ പിന്നെ ആരെയും കണ്ടുപിടിക്കൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വടക്കേ ദിശ നോക്കി പോകണം. ഇനിയും ഈ സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയാണ് വിദുരർ. മുന്നിലേക്കുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വളരെ മോശമായിട്ട് പട്ടിയെ പോലെ എവിടെ ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ധൃതരാഷ്ട്രർക്ക് ഒരു വിരക്തി ഉണ്ടാക്കുകയാണ് വിദുരർ. ധൃതരാഷ്ട്രരെ എപ്രകാരമെങ്കിലും അവിടെ നിന്നും കൊണ്ടുപോയി അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുൻപേ, ദേഹം ഉപേക്ഷിക്കുന്നതിന് മുൻപേ മുക്തി നൽകണം, ഭഗവാനിൽ ഉറച്ച ഭക്തി നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിദുരർ പറയുന്നതാണ് ഈ ശ്ലോകങ്ങളൊക്കെ. ശ്ലോകം ഒരിക്കൽ കൂടി. അതോ ദീജീം ദിശം യാതു സ്വൈര്യജ്ഞാതഗതിർഭവാൻ വിദോർവാക്പ്രായശക്കാല പുംസാം ഗുണവികർഷണ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.